അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഒരവസരത്തിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് മുത്തുനബിയുടെ സ്വഹാബാക്കളിൽ നിന്ന് പാവപ്പെട്ട സ്വഹാബാക്കൾ വന്നുകൊണ്ട് മുത്തുനബിയോട് വിഷമം പറയുകയാണ്, ബേജാറ് പറയുകയാണ്. യാ റസൂലല്ലാഹ്, നമ്മളെ കൂട്ടത്തിൽ സ്വഹാബാക്കളെ കൂട്ടത്തിൽ എത്രയോ വലിയ വലിയ പണക്കാരുണ്ട്, വലിയ വലിയ സ്വത്തുള്ളവരുണ്ട്. അവരുടെ പണം കൊണ്ട് അവരെത്രയോ ആഖിറത്തിൻ്റെ ദരജകൾ അവർ കരസ്ഥമാക്കുന്നു, ദരജകളെ നേടിയെടുക്കുന്നു. കാരണം ആ പണം ദീനിന് വേണ്ടി വേണ്ടതുപോലെ അവർ സഹകരണങ്ങൾ ചെയ്യുന്നു. മുത്തുനബി അവിടുന്ന് എന്തെങ്കിലും ആ സ്വഹാബാക്കളോട് ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ അവരിലാകുന്ന എല്ലാ സഹായങ്ങളും അവരുടെ പണം കൊണ്ട് അവർ നൽകുന്നു. അങ്ങനെ അവരുടെ ആ പണം കൊണ്ട് അവർ അല്ലാഹുവിൻ്റെ പൊരുത്തം വാങ്ങുന്നു, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ വേജാറാണ് നബിയെ. കാരണം നമ്മളെ കൊണ്ടങ്ങനെ സാധിക്കുന്നില്ലല്ലോ. അത്ര അവർ ചെയ്തതുപോലത്തെ വലിയ വലിയ സ്ഥാനങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അവരും നമ്മളെ പോലെ നിസ്കരിക്കുന്നു, അവരും നമ്മളെ പോലെ നോമ്പ് നോക്കുന്നു. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് സ്ഥാനങ്ങളുണ്ടല്ലോ നബിയെ, നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് പ്രതിഫലമുണ്ടല്ലോ. നമ്മൾക്ക് അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ നബിയെ. അതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് പറഞ്ഞാൽ ആ സ്വഹാബാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ നമ്മളെ ജീവിതത്തിൽ കിട്ടാവുന്ന എന്തെങ്കിലും നാം ചെയ്താൽ കിട്ടുമോ എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ, ആ പാവപ്പെട്ട സ്വഹാബാക്കൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് മുത്തുനബി എല്ലാത്തിനും പരിഹാരം പറയുന്ന ആളാണല്ലോ. അങ്ങനെ ആ സ്വഹാബാക്കൾക്കുള്ള വിഷമം മനസ്സിലാക്കിക്കൊണ്ട് മുത്തുനബി പറയുന്നു, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം വളരെ ഗൗരവത്തോടു കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ആ വലിയ വലിയ അവരുടെ പണം കൊണ്ട് ദീനിന് സഹായ സഹകരണങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയ ആ വലിയ വലിയ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. അതിനു വേണ്ടി ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ട സ്വഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ മുത്തുനബി എന്താണ് പറയുന്നത് എന്ന് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് മുത്തുനബി അവരോട് പറഞ്ഞു കൊടുത്തു, ഓ സ്വഹാബ, നിങ്ങളെല്ലാ നിസ്കാരത്തിൻ്റെ പിന്നിൽ ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 33 അല്ലാഹു അക്ബർ എന്നുള്ളൊരു ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്കും ആ പ്രതിഫലം കിട്ടുമെന്ന് ആ പാവപ്പെട്ട സ്വഹാബാക്കളോട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്. നോക്ക്, ഇത് കേട്ടപ്പോൾ ആ പാവപ്പെട്ട സ്വഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അവർ അതിൻ്റെ ശേഷം അവരുടെ നിസ്കാരത്തിൻ്റെ പിന്നാലെ അവരൊന്നും ഈ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ എല്ലാ സ്വഹാബാക്കളും അതിൻ്റെ പിന്നാലെ മുത്തുനബി പറഞ്ഞു കൊടുത്ത വലിയൊരു അമലാണല്ലോ. അതിൻ്റെ പേരിൽ ഒരു പണക്കാരൻ അവൻ്റെ പണം കൊണ്ട് ദീനിന് വേണ്ടി സഹായിച്ചാൽ കിട്ടാവുന്ന എത്രമാത്രം ഫളലുകളുണ്ടോ, പ്രതിഫലമുണ്ടോ, അതൊക്കെയും ഇത്തരക്കാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്ത ആ വലിയൊരു ദിക്റാണല്ലോ ഈ ദിക്ർ എന്ന് മനസ്സിലാക്കി സ്വഹാബാക്കളൊക്കെയും ആ ദിക്റുകൾ പിന്നെ പതിവാക്കുന്നവരായിരുന്നു എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഇവിടെ നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം, നാം നമ്മുടെ നിസ്കാരത്തിൻ്റെ പിന്നാലെ ചൊല്ലുന്ന ദിക്റിന് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് ഓർക്കണം. പക്ഷേ നാം ആ ദിക്റിനെ എത്രമാത്രം ഗൗരവത്തോടു കൂടെ ചൊല്ലുന്നുണ്ട് എന്ന് നാം ഓർക്കണം. കേവലം ഇന്നൊരു ദിവസത്തിൽ തന്നെ നമ്മുടെ നിസ്കാരത്തിൻ്റെ പിന്നാലെ നാം എത്ര ഗൗരവത്തോടു കൂടെ അതേ ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 33 അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ എത്രമാത്രം ഗൗരവത്തോടു കൂടെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക. അതേ ആ സമയത്ത് ഒരു ദിക്ർ ഇങ്ങനെ എണ്ണം കൂട്ടി പറയുന്നു എന്നല്ലാതെ നമ്മളെ മനസ്സ് തട്ടി എത്രമാത്രം ആ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് അത്രമാത്രം മനസ്സ് തട്ടാത്തത്? അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.
നോക്ക് എത്രമാത്രം വലിയ മഹത്വമാണ് ആ ദിക്റിനുള്ളത്. അതേ, നാം ധാരാളം സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലം ആ ദിക്റിന് അള്ളാഹു നൽകുകയാണ്. സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്ത അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ പ്രതിഫലം നമ്മളും നല്ല ഈമാനോടും കൂടെ, യഖീനോടും കൂടെ, നല്ല ഇഖ്ലാസോടും കൂടെ, നല്ല മനസ്സ് തട്ടി ഈ ദിക്റുകൾ ചൊല്ലിയാൽ നമുക്കും ആ പ്രതിഫലം കിട്ടും. കേവലം സ്വഹാബാക്കൾക്ക് മാത്രമല്ലല്ലോ ആ പ്രതിഫലം നമ്മൾക്കും കിട്ടും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ഈ ദിക്റിനെ കാണുക, നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതേ, മനസ്സ് തട്ടി എല്ലാ നിസ്കാരത്തിൻ്റെ പിന്നാലെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ നല്ല റാഹത്തോടു കൂടെ മനസ്സ് തട്ടി ചൊല്ലാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.